ഒരു ടേസ്റ്റി ചിക്കൻ കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 2 സബോള ആദ്യം തന്നെ വറുത്തെടുക്കാൻ. സബോള വറുത്തെടുത്ത് കറി ഉണ്ടാക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ചിക്കൻ കറി. അതിന് ചാറൊക്കെ പുരണ്ടിരിക്കാനേ പാടുള്ളൂ, കുറേ ചാറൊന്നും പാടില്ല. എന്നിട്ട് ഇത് ലാസ്റ്റ് നമ്മൾ ഈ വറുത്ത സബോള ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് ഉണ്ടാവുക. 2.5 kg ചിക്കനാണ്. അപ്പോൾ 2 സബോള ആദ്യം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അതായി വന്നിട്ട് വറുത്ത് കോരും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 സബോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതൊരു പകുതി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെ ബാക്കിയുള്ളത് ചേർക്കാം. അപ്പോൾ ഇത്തിരി നെയ്യൊക്കെ ചേർക്കുമ്പോൾ നല്ലതാണ് കേട്ടോ, ഈ ചിക്കൻ പരട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേ. നമ്മളിപ്പോൾ ഈ വേറെ സൺഫ്ലവർ ഓയിൽ അത് ഇതൊക്കെ ചേർക്കണേ എന്തല്ലോ. ഇപ്പോൾ സബോള ഒന്ന് പെട്ടെന്നായി വരാൻ വേണ്ടി ഞാൻ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് 1 സ്പൂണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുക. കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് അരച്ച് വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി എടുക്കാം. അത് വരുമ്പോഴേക്കും ഞാൻ പൊടികൾ ഇട്ട് കൊടുത്തു, എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് കുരുമുളക്. അതിന് ശേഷം അതിൻ്റെ പച്ചമണം പോയതിന് ശേഷമാണ് ഞാനൊരു 3 തക്കാളി ഇട്ട് കൊടുത്തിട്ട് അത് വഴറ്റിയെടുത്തത്. അതിന് ശേഷം ഈ ചിക്കനും കൂടി ഇട്ടിട്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് വേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, ഞാൻ മറന്നു അത് ഇട്ട് കൊടുക്കാം. ഞാൻ നന്നായി വേവിച്ച് പരട്ടിയെടുക്കാം, ഒട്ടും വെള്ളമില്ലാതെ കേട്ടോ. ഒന്ന് ആയി വരണുള്ള ഒന്നുകൂടി നമുക്ക് മൂടിയിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇതേപോലെ വെള്ളമൊന്നും പാടില്ല, ഗ്രേവി മാത്രമാണ്. നമ്മൾ ഒരു ചെറിയ സ്പൂണ് ചെറുനാരങ്ങ നീര് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണത്. ഇതൊന്നും കൂടി ഒന്നായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ആക്കിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കാം. ഒന്നും കൂടി നമുക്ക് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒട്ടും ചാറില്ലാതെ പറ്റിച്ചെടുക്കണത്. അപ്പോൾ അത് ഒന്നായി വരട്ടെ. അതിലേക്ക് നമുക്കിങ്ങനെ നമ്മൾ വറുത്ത് വെച്ച സബോളയും അതുപോലെ മല്ലിയിലും പുതിനയും ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഈ ഗ്രേവി ഒരു ചെറിയ ഗ്രേവി ഉള്ളത് ഇരുന്നോട്ടെ. അപ്പോൾ താങ്ക് യു, ബൈ.